ശരിക്കും എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് സ്വസ്ഥം എന്നുള്ള ആ നെയിമാണ്. ശരിക്ക് നിങ്ങൾ രണ്ടുപേരും ആ ഒരു സ്വസ്ഥം എന്നുള്ള പേരിൽ എത്താനുള്ളൊരു കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്വസ്ഥം എന്നുള്ള പ്രൊജക്റ്റ് എന്താണ്? അതായത് സ്വസ്ഥം എന്ന് പറയുന്ന പദം ഒരുപാട് വിശാല അർത്ഥമുള്ള ഒരു പദമാണ്. അതായത് സ്വസ്ഥം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മളെ മനസ്സിലേക്ക് വരുന്ന അർത്ഥം എന്ന് പറയുന്നത് സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത എന്നൊക്കെയാണ് തോന്നുന്നത്. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മളെല്ലാ പദങ്ങൾക്കും നിഷേധാർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ ഹിംസ എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം എന്ന് പറഞ്ഞാൽ അസത്യം. അതേമാതിരി തന്നെ സ്വസ്ഥത എന്ന് പറയുന്ന പദത്തിൻ്റെ നിഷേധാർത്ഥമാണ് അസ്വസ്ഥത. ആ അസ്വസ്ഥത എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. അപ്പം അസ്വസ്ഥത ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് സ്വസ്ഥം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു അർത്ഥമുണ്ട്, അത് വളരെ വിപുലമായ ഒരർത്ഥമാണ്. സ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സ്വസ്ഥം എന്ന് പറയുന്നത്. അതിനുണ്ട്, അതായത് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാണ് സ്വസ്ഥം എന്ന് പറയുന്നത്. അത് വിശാലമായ ഒരർത്ഥമാണ്.